Concept of space vector. Consider an induction motor 3-phase representation. ഇൻഡക്ഷൻ മോട്ടറിൻ്റെ 3-phase റെപ്രസെൻറ്റേഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് എ ഫേസ്, ബി ഫേസ്, സി ഫേസ് 3 ഫേസ് ഉണ്ട്. അതിൻ്റെ വേവ് ഫോം വരച്ചാൽ എങ്ങനെ വരും? അങ്ങനെ വരയ്ക്കുമ്പോൾ ഫേസ് എ, ഫേസ് ബി, ഫേസ് സി. ഫേസ് എ മാക്സിമം ആകുമ്പോൾ ഫേസ് ബിയും ഫേസ് സിയും ഈക്വൽ ആൻഡ് നെഗറ്റീവ് ആകും. അതുപോലെ ഐ എ പ്ലസ് ഐ ബി പ്ലസ് ഐ സി = 0. അതൊക്കെ നമുക്കറിയാവുന്നതാണ്. അതുപോലെ ഫ്ലെക്സ് അലോങ് എ ഫേസ് വരുമ്പോൾ എടുക്കുമ്പോൾ phi is equal to Ni. That is phi is equal to N into I. Phi resultant is equal to N into I. Phi എങ്ങനെ എഴുതാം? ഫ്ലെക്സ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ. ഫ്ലെക്സ് ഡെൻസിറ്റി B is equal to ഫ്ലെക്സ് ബൈ ഏരിയ എന്ന് എഴുതാം. ഇനി എ ഫേസിൻ്റെ മാത്രം വെക്ടർ സം എടുക്കുമ്പോൾ നമുക്കതിൻ്റെ വെക്ടർ സം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. വെക്ടർ സം എടുക്കുമ്പോൾ ബിയും സിയും എ അതിൻ്റെ ഏറ്റവും അതിൻ്റെ മാക്സിമം എടുക്കുമ്പോൾ നമുക്ക് 3/2 phi എന്ന് കിട്ടും. അപ്പോൾ ഫേസ് മാക്സിമം ആയിട്ട് 3/2 phi എന്ന് കിട്ടും. അതുപോലെ സിമിലർലി നമ്മൾ ബി ഫേസും സി ഫേസിനും മാക്സിമം വാല്യൂ ഇതുപോലെ എടുക്കുമ്പോൾ നമുക്ക് 3/2 phi എന്ന് കിട്ടും. അപ്പോൾ ഈ 3/2 phi 3 ഫേസിനും മാക്സിമം ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കണ്ടീഷനിൽ ആണ് 3/2 phi എന്ന് കിട്ടുന്നത്. അപ്പം എ മാക്സ് 3/2 phi, ബി മാക്സ് 3/2 phi, സി മാക്സ് 3/2 phi. അപ്പോൾ ഈ മാക്സിമം ഫ്ലെക്സ് ഡെൻസിറ്റി നമ്മൾ പ്ലോട്ട് ചെയ്തിട്ട് അതിനെ ട്രേസ് ചെയ്യുക. അതായത് അതിനെ നമ്മൾ ഫോളോ ചെയ്യുക. ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സർക്കിൾ കിട്ടും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്? എ മാക്സും ബി മാക്സും സി മാക്സും സെയിം മാഗ്നിറ്റ്യൂഡാണ്. 3/2 phi, 3/2 phi, 3/2 phi. അപ്പം നമ്മളൊരു സർക്കിൾ ട്രേസ് ചെയ്താൽ എന്താ അതിൻ്റെ പാത്ത് ട്രേസ് ചെയ്താൽ ഒരു സർക്കിൾ കിട്ടും. It traces a circle. In sinusoidal distribution of flux possible inside the machine. Sinusoidal distribution of flux machine ഉള്ളിൽ പോസിബിൾ ആണ്. സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ട്രേസ് എ സർക്കിൾ ഇൻസൈഡ് ദ മെഷീൻ. നമ്മൾ ഇപ്പോൾ പറയുന്ന പോലെ സർക്കിൾ നമുക്ക് കിട്ടും. അപ്പോൾ ഓർത്ത് വെക്കുക, സർക്കിൾ കിട്ടും. എങ്ങനെ? മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി നമ്മൾ ട്രേസ് ചെയ്യുകയാണെങ്കിൽ ഒരു സർക്കിൾ നമുക്ക് റിസൾട്ടൻ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് 3-phase സിസ്റ്റത്തിൽ നിന്നാണ് നമുക്കൊരു സർക്കിൾ മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി വേവ് ട്രേസ് ഒരു സർക്കിൾ കിട്ടുന്നത് 3-phase സിസ്റ്റത്തിലാണ്. നമ്മളിനി 2-phase സിസ്റ്റത്തിലോട്ട് വരാം. 2-phase സിസ്റ്റം പറയുമ്പോൾ ആൽഫ ബീറ്റ പ്ലെയിനിലാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ 2 ബൈൻഡിങ് ഉണ്ട്. അപ്പോൾ ആ 2 ബൈൻഡിങ്ങിലും എന്താ 2 ടേൺസ് ഉണ്ട്. നമ്പർ ഓഫ് ടേൺസ് 2 ഉണ്ട്. അപ്പം n ടേൺസും ആൽഫയും ബീറ്റയിലും ഉണ്ട്. അതുപോലെ 3-phase സിസ്റ്റമാണ് എ ബി സി 120 ഡിഗ്രി ഫേസ് ഡിഫറൻസിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ MMF പറയുമ്പോൾ MMF എല്ലാം ആൽഫ ആക്സിസ് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? MMF എന്ന് പറഞ്ഞാൽ n into I. അപ്പോൾ n into I ആൽഫ ആക്സിസ് എടുക്കുമ്പോൾ ആൽഫ കറണ്ട് I ആൽഫ n into I ആൽഫ കമ്പോണൻ്റ് എലോങ് ആൽഫ ആക്സിസ്. അപ്പോൾ നമുക്ക് ആ കമ്പോണൻ്റിൽ നിന്ന് എലോങ് ആൽഫ ആക്സിസ് എടുക്കുമ്പോൾ ഈ ആൽഫ ആക്സിസും ഈ 3-phase ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആൽഫ ആക്സിസ് എയുമായിട്ട് ഉണ്ടാക്കുന്ന 0 ആംഗിളാണ്. അപ്പം അതിനെങ്ങനെ എഴുതാം? n into IA/T. അതായത് എ ഫേസുമായിട്ട് ഇതിന് 0 ആംഗിൾ ആണ് എന്ത് ഡിഫറൻസ്. ഇനി അതുപോലെ ആൽഫ വിത്ത് റെസ്പെക്ട് ടു ബി നോക്കുമ്പോൾ എത്ര 120 ഡിഗ്രി ഫേസ് ഡിഫറൻസ് വരും. അപ്പോൾ 120 ഡിഗ്രി ഫേസ് ഡിഫറൻസ് വരും. അതാണ് n into IB/T cos 120. അതുപോലെ സി ആയിട്ട് നോക്കുമ്പോൾ സി ആയിട്ട് ആൽഫയ്ക്ക് എന്താ 120 ഡിഗ്രി ഫേസ് ഡിഫറൻസ്. അതായത് നമ്മളെപ്പോഴും ഫേസർ എടുക്കുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആൽഫയ്ക്ക് ബി ആയിട്ടും സി ആയിട്ടും എന്താ ആംഗിൾ ഉണ്ട്, എ ആയിട്ട് 0 ആംഗിൾ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. n into I alpha is equal to n into I/T plus n into IB/T cos 120 plus n into IC/T cos 240. അപ്പോൾ n എല്ലാം റീപ്ലേസ് ചെയ്യും. അതായത് മാറ്റുമ്പോൾ I alpha is equal to I/T plus IB/T cos 120 plus IC/T cos 240. ഇനി അതുപോലെ ബീറ്റ ആക്സിസ് എടുക്കുകയാണെങ്കിൽ ആ ബീറ്റയിലുള്ള കറണ്ട് IB
ബീറ്റയിലുള്ള കറണ്ട് ഐ ബി വരും. അതുപോലെ നമ്മൾ ഫേസർ എടുക്കുമ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പം ബീറ്റയിൽ ആൻറ്റി ക്ലോക്ക് വൈസ് എടുക്കുമ്പോൾ ബീറ്റയ്ക്ക് ഏതുമായിട്ട് ബി യു ആയിട്ടും ഉണ്ട്, സി യു ആയിട്ടും ആംഗിളുണ്ട്, എ ആയിട്ടില്ല. അപ്പം ശ്രദ്ധിക്കുക, ബീറ്റയ്ക്ക് എ ആയിട്ട് ആംഗിൾ ഇല്ല. അതായത് ഫേസർ എടുക്കുമ്പോൾ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ബി യു ആയിട്ടും സി യു ആയിട്ടും ആംഗിൾ ഉണ്ട്. അപ്പം എങ്ങനെ വരും? ഐ ബി ഓഫ് ടി സൈൻ 120 പ്ലസ് ഐ സി ഓഫ് ടി സൈൻ 240. അതുപോലെ ഐ ബീറ്റ കിട്ടും. ഈ രണ്ടിൻ്റെ റിസൾട്ട് എടുക്കുമ്പോൾ എൻ ഐ ആൽഫ ഓഫ് ടി പ്ലസ് ജെ ഇൻറ്റു എൻ ഐ ബീറ്റ ഓഫ് ടി എടുക്കുമ്പോൾ എൻ കോമൺ ആയിട്ട് എടുക്കും. അപ്പോൾ ഇതിനെ എൻ ഇൻറ്റു ഐ ആൽഫ ഓഫ് ടി പ്ലസ് ജെ ഇൻറ്റു ഐ ബീറ്റ ഓഫ് ടി. ഇതിന് റിസൾട്ടൻ്റ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? എൻ ഇൻറ്റു ഐ എസ് എന്ന് പറഞ്ഞ് എഴുതാം. ഐ എസ് എന്ന് പറയുന്നത് ഐ ആൽഫ ഓഫ് ടി പ്ലസ് ജെ ഇൻറ്റു ഐ ബീറ്റ ഓഫ് ടി. അതിൻ്റെ റിസൾട്ട് ഐ എസ് എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ നമ്മൾ സർക്കിളായിട്ട് വരയ്ക്കുമ്പോൾ എൻ ഇൻറ്റു ഐ ആൽഫയും എൻ ഇൻറ്റു ഐ ബീറ്റയും. അതുപോലെ സർക്കിളായിട്ട് അത് ഒരു സർക്കിൾ ട്രേസ് ചെയ്യും. എൻ ഇൻറ്റു ഐ ആൽഫയും എൻ ഇൻറ്റു ഐ ബീറ്റയും. അതിൻ്റെ റിസൾട്ടൻ്റ് എൻ ഇൻറ്റു ഐ എസ്. അപ്പം ഇത് ഫ്ലെക്സ് ആണ്. ഫ്ലെക്സ് ഫൈസിക്കൽ ടു എൻ ഐ. ഇതാണ് ഫ്ലെക്സ് സ്പേസ് വെക്ടർ അല്ലെങ്കിൽ സ്പേസ് വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ സ്പേസ് വെക്ടർ എന്താണെന്ന് കൺസെപ്റ്റ് ഇപ്പോൾ നമുക്ക് മനസ്സിലായി കാണും. അതായത് ഒരു മാഗ്നിറ്റ്യൂഡ് ഒരു സർക്കിൾ ട്രേസ് ചെയ്യും, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. ഡിപ്പെൻഡിങ് ഓൺ ദ സർക്കിൾ ട്രേസസ് എ സർക്കിൾ വിത്ത് കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ്. അതായത് സർക്കിൾ വിത്ത് കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ്, അതാണ് അതിൻ്റെ മെയിൻ പോയിന്റ്. ഇറ്റ് ട്രേസസ് എ സർക്കിൾ വിത്ത് കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ സ്പേസ് വെക്ടർ ടെസ്റ്റ് ഇൻസൈഡ് ദ മെഷീൻ. അതുപോലെ ഇതിന് ആംഗിൾ ഉണ്ടാവും, തീറ്റ ഓഫ് ടി. ദിസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ ഓഫ് ടി. അതിനൊരു ഫിക്സഡ് ആംഗിൾ ഉണ്ടാവും. കൺവെൻഷണൽ വെക്ടർ കണക്കല്ല, ഫിക്സഡ് ആയിട്ടുള്ള ഒരു ആംഗിൾ ഉണ്ടാവും, തീറ്റ ഓഫ് ടി. അപ്പോൾ ഫ്ലക്സ് സ്പേസ് വെക്ടർ ഇറ്റ് ഈസ് പ്രൊഡ്യൂസർ ബൈ കറണ്ട് സ്പേസ് ഫേസർ ഐ എസ്. അവിടെ ഒരു ഫേസർ ഐ എസ് കാരണമാണ് ഫ്ലക്സ് സ്പേസ് വെക്ടർ ഉണ്ടാകുന്നത്. അപ്പം കറണ്ട് സ്പേസ് വെക്ടർ ഐ എസ് ഇറ്റ് ഈസ് ദ വെക്ടർ എക്സിസ്റ്റ് ഇൻ ദ സ്പേസ്. ഐ എസ് സ്പേസ് വെക്ടർ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എൻ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് എൻ ഇൻറ്റു ഐ എസ് ആകുന്നു. ഈ എൻ ഇൻറ്റു ഐ എസിൽ എൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരും? ഐ എസ് ഈസ് ഈക്വൽ ടു ഐ ആൽഫ പ്ലസ് ജെ ഇൻറ്റു ഐ ബീറ്റ. എൻ റിമൂവ് ചെയ്യുക. അപ്പോൾ എൻ റിമൂവ് ചെയ്യുമ്പോൾ ഐ എസ് ഈസ് ഈക്വൽ ടു ഐ ആൽഫ പ്ലസ് ജെ ഇൻറ്റു ഐ ബീറ്റ. അതുപോലെ ഇതിൻ്റെ റിസൾട്ടൻ്റായിട്ട് കറണ്ട് സ്പേസ് വെക്ടറായിട്ട് നമുക്ക് എഴുതാം ഐ എസ് മാഗ്നിറ്റ്യൂഡ് ഇ റേസ് ടു ജെ ഒമേഗ എസ് ടി എന്ന് പറയുന്നത് നമുക്ക് എഴുതാം. ഇതാണ് അതിൻ്റെ കറണ്ട് സ്പേസ് വെക്ടർ. അതായത് സം ഓഫ് റിയൽ ആൻഡ് ഇമാജിനറി വിച്ച് ഈസ് ഇൻ ടേൺ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഇൻഡിവിജ്വൽ എ ബി സി കറണ്ട്. എ ബി സി കറണ്ട് കാരണം റിയൽ ആൻഡ് ഇമാജിനറി സം പ്രൊഡ്യൂസ് ചെയ്യും. ഇനി വോൾട്ടേജ് സ്പേസ് വെക്ടർ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? അതെന്ന് പറയുന്നത് വി എസ് ഈക്വൽ ടു വി ആൽഫ പ്ലസ് ജെ ഇൻറ്റു ബി ബീറ്റ. അപ്പോൾ അതിന് വി എസ് മാഗ്നിറ്റ്യൂഡ് ഇ റൈസ് ടു ജെ ഇൻറ്റു ഒമേഗ എസ് ടി നമുക്ക് എഴുതാം. ഇതാണ് വോൾട്ടേജ് സ്പേസ് വെക്ടർ റെപ്രസെൻറ്റേഷൻ. ഇനി പി ഡബ്ല്യു ഓപ്പറേഷനിൽ എന്ത് പറ്റും? പി ഡബ്ല്യു ഓപ്പറേഷനിൽ ഈ സ്പേസ് വെക്ടർ ആവറേജ് വേരിയേഷൻ എന്ന് പറയുന്നത് സർക്കുലർ ആയിരിക്കും. ഇനി പി ഡബ്ല്യു സ്കീം അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ഒരു സർക്കിൾ ട്രേസ് ചെയ്യും വിത്ത് കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ്. നമ്മൾ ആദ്യം പറഞ്ഞ 3 ഫേസിൻ്റെ കാര്യത്തിൽ തന്നെ ഒരു ഫ്ലെക്സ് 3/2 ഫ്ലെക്സ് ഉണ്ടാവും. അത് എയും ബിയും സിയും തുല്യമായിരിക്കും. അത് നമ്മൾ സർക്കിൾ ട്രേസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ്, അതായത് സ്പേസ് വെക്ടറിൻ്റെ കൺസെപ്റ്റ് അങ്ങനെയാണ് വരുന്നത്. 2 ഫേസിൽ നമ്മൾ പറഞ്ഞു. ഇനി ഐ എസും വോൾട്ടേജ് സ്പേസ് വെക്ടറും കറണ്ട് സ്പേസ് വെക്ടറും നമുക്ക് കിട്ടി. ഇനി പി ഡബ്ല്യു എം സ്കീമിൽ combined effect of 3 with respect to voltage space vector. അതായത് voltage space vectorന്റെ ടിപ്പ് should be the average variation of tracing a circle with uniform velocity. അപ്പോൾ ഇതുപോലെ സർക്കിൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ ആവറേജ് വേരിയേഷൻ എന്ന് പറയുന്നത് സർക്കിൾ വിത്ത് യൂണിഫോം വെലോസിറ്റി, അതായത് യൂണിഫോം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും ട്രേസ് ചെയ്യുന്ന ആംഗിൾ ഉണ്ടാവേണ്ടത്. അതായത് വോൾട്ടേജ് സ്പേസ് വെക്ടർ ഷുഡ് ആൻഡ് ആവറേജ് വേരിയേഷൻ ഓഫ് ട്രേസിങ് എ സർക്കിൾ വിത്ത് യൂണിഫോം വെലോസിറ്റി. അതായത് സർക്കിൾ നമ്മൾ വരച്ചപ്പോൾ ആ സർക്കിൾ ട്രേസ് ചെയ്യുന്നത് യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് സെയിം ആയിരിക്കണം. ഇനി സ്പേസ് വെക്ടർ പി ഡബ്ല്യു എയിംസ് അറ്റ് ഹാവിങ് എ വോൾട്ടേജ് സ്പേസ് വെക്ടർ ആവറേജ് വേരിയേഷൻ ഓഫ് സ്പേസ് വെക്ടർ ദ ടിപ്പ് ഓഫ് വെക്ടർ ഷുഡ് ബി ട്രേസ് എ സർക്കിൾ വിത്ത് എ യൂണിഫോം വെലോസിറ്റി ഈക്വൽ ടു ഇൻപുട്ട് എക്സൈറ്റേഷൻ ഫ്രീക്വൻസി. അപ്പം മെയിനായിട്ടുള്ള പോയിന്റ് ആവറേജ് വേരിയേഷൻ ഓഫ് സ്പേസ് വെക്ടർ, അതായത് ടിപ്പ് ഓഫ് വെക്ടർ ഷുഡ് ട്രേസ് എ സർക്കിൾ വിത്ത് യൂണിഫോം വെലോസിറ്റി ഈക്വൽ ടു ഇൻപുട്ട് എക്സൈറ്റേഷൻ frequency. അത് ഓർത്ത് വെക്കുക. ടിപ്പ് ഓഫ് ദ വെക്ടർ ഷുഡ് ബി ട്രേസ് എ സർക്കിൾ വിത്ത് യൂണിഫോം വെലോസിറ്റി ഈക്വൽ ടു
ഇൻപുട്ട് എക്സൈറ്റേഷൻ ഫ്രീക്വൻസി. അത് ഓർത്ത് വെക്കുക. To generate this space vector voltage, the resultant voltage space vector or average variation of space vector will trace a circle. അപ്പോൾ ആ ആവറേജ് വേരിയേഷൻ ഓഫ് സ്പേസ് വെക്ടർ ഒരു സർക്കിളായി ട്രേസ് ചെയ്യും. അതാണ് അതിൻ്റെ മെയിൻ പോയിന്റ്. ഇനി എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ 2 ലെവൽ ഇൻവെർട്ടർ. നമുക്ക് ഇതിൻ്റെ VW, അതായത് ഇതിൻ്റെ കൺട്രോളാണ് നമ്മൾ പറയുന്നത്, VW ഓപ്പറേഷനാണ് പറയുന്നത്. അപ്പോൾ ആവറേജ് വേരിയേഷൻ ഓഫ് വോൾട്ടേജ് സ്പേസ് വെക്ടറാണ് ഇത് പറയുന്നത്. അപ്പം ഇതിന് 6 സ്വിച്ച് ഉണ്ട്. 6 സ്വിച്ച് അതുപോലെ 6 സ്വിച്ച്. അപ്പോൾ ഇതിന് 3 പോളായിട്ട് നമ്മൾ, അതായത് 3 പോൾ പോസ്റ്റ് പോലെ 3 പോളായിട്ട്, എ പോൾ, എ എന്ന് പറഞ്ഞ പോൾ, ബി എന്ന് പറഞ്ഞ പോൾ, സി എന്ന് പറഞ്ഞ പോൾ. അപ്പം 6 വയർ ഡയറക്ഷൻ സ്വിച്ചസ് ഉണ്ട്. ഇനി എന്ന് പറയുന്നത് ഇതിൻ്റെ നോ ട്രിപ്പിൾ കറൻസ് അത് വായിക്കുക. അപ്പോൾ 2 പോർഷൻസ് ഉണ്ട്. അപ്പം 3 പോള്, പക്ഷേ 2 പോർഷൻസ്, ഒന്ന് 1 ഒന്ന് 0. 2 പോർഷൻ 1 ഓർ 0. അപ്പോൾ ടോപ്പ് പോർഷൻ ഉണ്ട്, എ ബി സി 3 പോളുണ്ട്. അതിനകത്ത് ടോപ്പ് പൊസിഷൻ ഉണ്ട്, ബോട്ടം പൊസിഷൻ ഉണ്ട്. ടോപ്പിന് എപ്പോഴും, അതായത് ടോപ്പ് പോർഷൻ, അതായത് 3 പോളുണ്ട്. ആ 3 പോളിലെ ടോപ്പ് പോർഷനിൽ ടോപ്പ് ഓൺ ആവണമെങ്കിൽ 1 എന്ന് പറഞ്ഞാൽ 1 ആവണം. ബോട്ടം ഓൺ ആവണമെങ്കിൽ 0 ആവണം. 2 സ്റ്റേറ്റ്സ് പോസിബിൾ, 1 ഓർ 0. അപ്പം 3 പോളുണ്ട്. 3 എ ബി സി എന്ന് പറഞ്ഞാൽ 3 പോളുണ്ട്. അതിന് ടോപ്പ് പോർഷൻ ഉണ്ട്, ബോട്ടം പോർഷൻ ഉണ്ട്. ടോപ്പ് പോർഷൻ ഓൺ ആവണമെങ്കിൽ 1 ആവണം. ബോട്ടം പോർഷൻ ഓൺ ആവണമെങ്കിൽ 0 ആവണം. അപ്പോൾ അതിൻ്റെ 3 പോൾസ് ആകുമ്പോൾ 2 3 8 സ്റ്റേറ്റ്സ് നമുക്ക് പോസിബിൾ ആണ്. ഇനി ആവറേജ് വേരിയേഷൻ ഇൻ ദ ഫേസ് വിൽ ഈസ് സിനുസോയിഡൽ, സോ സ്വിച്ചസ് വിത്ത് ദ പോൾ. അപ്പോൾ ഇനി 8 സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം 8 സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ 0 0 തൊട്ട് 1 1 വരെ. അപ്പോൾ ഇനി 0 0 എന്ന് പറയുന്നത് 0 0 0. അപ്പോൾ 0 0 0 1 1 1. അപ്പോൾ നമ്മൾ പറയുന്നത് ടോപ്പ് സ്വിച്ച് ഓൺ ആവണമെങ്കിൽ 1 1 3 1 ആയിരിക്കണം. അതുപോലെ 3 0 ആവുന്നത് ബോട്ടം സ്വിച്ച് ഓൺ ആവുന്നത്. ബോട്ടം എന്ന് പറയുന്നത് ഇതാണ് ബോട്ടം സ്വിച്ച്, ഇത് ടോപ്പ് സ്വിച്ച്. ടോപ്പ് സ്വിച്ച് ഓൺ ആകുമ്പോൾ 3 1 ആണെങ്കിൽ 3 1. അതുപോലെ 3 0 ആണെങ്കിൽ താഴത്തെ ബോട്ടം പൊസിഷൻ, എനിക്ക് ബോട്ടം പൊസിഷൻ ഓൺ ആയിരിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്. 1 1 എന്ന് പറയുന്നത് ആൾ ടോപ്പ് സ്വിച്ചസ് ആർ ഓൺ ആൻഡ് ABC ഷോർട്ടഡ് ടു പോസിറ്റീവ്ലി. അതുപോലെ 1 1 കൊടുക്കുമ്പോൾ ഇതെങ്ങോട്ട് ഷോർട്ട് ആകും, ഇത് 3 ഓൺ ആവും, മേളിലോട്ട് പോസിറ്റീവായിട്ട് ഷോർട്ട് ആവും. അതുപോലെ ഇനി 0 0 ആകുമ്പോൾ 0 0 ആകുമ്പോൾ താഴത്തുള്ള സ്വിച്ച് എല്ലാം ഓൺ ആവും. അപ്പോൾ താഴത്തുള്ള സ്വിച്ച് എല്ലാം ഓൺ ആകുമ്പോൾ ഈ 3 സ്വിച്ച് ഓൺ ആയിട്ട് താഴോട്ട് എന്ത് ചെയ്യും, ഷോർട്ട് ആവും. അപ്പോൾ 0 മീൻസ് ആൾ ബോട്ടം സ്വിച്ചസ് ആർ ഓൺ ആൻഡ് ആൾ ABC വിൽ ബി ഷോർട്ടഡ് ടു ബോട്ടം. താഴത്തെ സ്വിച്ചിലോട്ട് ഷോർട്ട് ആവും. അപ്പോൾ അതാണ് 0 സ്റ്റേജ് അല്ലെങ്കിൽ 0 ഇൻവെർട്ടർ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ഓരോ പോർഷൻ 1 0 0 മീൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 3 പോൾസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ABC. അതിനകത്ത് എ മേളിലോട്ട് ടോപ്പിലോട്ടും കണക്റ്റ് ആവും, ബിയും സിയും ബോട്ടം താഴെ സ്വിച്ചിലോട്ടും കണക്ട് ചെയ്യും. A1 0 0 മീൻ എന്ന് പറയുന്നത് ഫേസ് എ കണക്റ്റഡ് ടു ഫേസ് എ ഇങ്ങോട്ട് കണക്ട് ചെയ്യും, മേളിലോട്ട് കണക്ട് ചെയ്യും. അതുപോലെ 0 0 എന്ന് പറഞ്ഞാൽ BCയും താഴത്തെ പോർഷനിലോട്ട് അല്ലെങ്കിൽ ബോട്ടം സ്വിച്ചിലോട്ട് കണക്ട് ചെയ്യും. അതുപോലെ ഓരോ 1 1 0 എയും ബിയും ടോപ്പിലോട്ട് കണക്ട് ആവും, സി ബോട്ടം. അതുപോലെ 0 1 0 ബി ടോപ്പിലോട്ടും എയും സി ബോട്ടത്തിലോട്ടും ബി ടോപ്പിലോട്ടും. അതുപോലെ 0 1 0 പറയുന്ന പോലെ 0 1 1 എന്ന് പറയുമ്പോൾ 1 1 മേളിലോട്ട് കണക്ട് ചെയ്യും, 0 എന്ന് പറയുന്നത് താഴോട്ട് ബോട്ടത്തിലോട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഓരോന്ന് ഇനി 0 0 എന്ന് പറയുന്നത് ബോട്ടം, എയും ബിയും ബോട്ടം, സി ടോപ്പ്. അതുപോലെ 1 0 1. ഇനി 1 1 എന്ന് പറയുന്നത് 3, അതായത് ടോപ്പ് പോർഷനിലോട്ട് കണക്ട് ചെയ്യുക 1 1. അതുപോലെ 0 0 0 എന്ന് പറയുന്നത് ഷോർട്ടഡ് ടു ബോട്ടം റെയിൽ, താഴത്തെ പോർഷനിലോട്ട് കണക്ട് ആവും. അപ്പോൾ ഇവ ആവറേജ് വേരിയേഷൻ സിനുസോയിഡൽ വോൾട്ടേജ് ഓഫ് സ്പേസ് വെക്ടർ, ദ വോൾട്ടേജ് സ്പേസ് വെക്ടർ, ദ ആവറേജ് വോൾട്ടേജ് വെക്ടർ വിൽ ട്രേസ് എ സർക്കിൾ. അതാണ് മെയിൻ പോയിന്റ്. ആവറേജ് വേരിയേഷൻ ഓഫ് സിനുസോയിഡൽ വോൾട്ടേജ് വെക്ടർ വിത്ത് ടിപ്പ് ഓഫ് വോൾട്ടേജ് സ്പേസ് വെക്ടർ, ദ ആവറേജ് വോൾട്ടേജ് സ്പേസ് വെക്ടർ ട്രേസ് എ സർക്കിളായിട്ട് ട്രേസ് ചെയ്യും. അതാണ് ആക്റ്റീവ് 1 2 3 5 6 എന്ന് പറയുന്നത് ആക്റ്റീവ് വെക്ടേഴ്സ് ആണ്. Combine the effect of 3-phase voltage that